നമ്മുടെ മാരത്തോൺ സെഷന്റെ എഫ്എമ്മിന്റെ മാരത്തോൺ സെഷന്റെ ഡേ 2 ആണെന്ന്. ഡേ 1 നമ്മൾ പ്രീമോക്കിന്റെ സെക്ഷൻ എ ആൻഡ് ബി ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ ഡേ 2 നമ്മൾ അതിന്റെ സെക്ഷൻ സി ആണ് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള. സെക്ഷൻ സിയിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് വെച്ച് തന്നെ തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെലോയിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കുറച്ച് ഡീറ്റെയിൽസേ ഉള്ളൂ. അപ്പൊ ഈ ഡീറ്റെയിലിനെ ബേസ് ചെയ്തിട്ട് തന്നെ 20 മാർക്സിന് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ NPV ഓഫ് ദി പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് ഫിനാൻഷ്യൽ അക്സെപ്റ്റബിലിറ്റി. ഇതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. NPVയും അതിന്റെ കമന്റും ചെയ്യാൻ 12 മാർക്കിന്. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദി പ്രോജക്ട് ടു എ ചേഞ്ച് ഇൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ചേഞ്ചിന്റെ സെൻസിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാനും പറഞ്ഞ 2 മാർക്ക്. അപ്പൊ കാൽക്കുലേഷൻ 1 മാർക്ക്, കമന്റ് ചെയ്യുന്നതിന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 2 മാർക്കാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ 12ഉം 2ഉം 14 മാർക്സിനായി. ബാക്കി ലാസ്റ്റ് 6 മാർക്കിന്റെ ഒരു തിയറി ഉണ്ട്. ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആൻഡ് സജസ്റ്റ് അനദർ വേ ടു അസസ് ദി അൺസർട്ടനിറ്റി. സൈറ്റിന് എന്തോ ഇതുകൊണ്ടാണ് ഇങ്ങനെ എറർ കയറി വരുന്നത്, ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സെൻസിറ്റിവിറ്റി, അതിന്റെ അഡ്വാൻറ്റേജും പറയണം, ഡിസഡ്വാൻറ്റേജും പറയണം, വേറൊരു വേ സജസ്റ്റ് ചെയ്യുകയും വേണം. എപ്പോഴും ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ റിക്വയർമെന്റ് സി ആയിട്ട് 6 മാർക്കിന് നമ്മളോട് ചോദിച്ചത് ഒരു ഡയറക്റ്റ് തിയറിയാണ്. അപ്പൊ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കാണ്ടില്ല, ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആ കഥ സ്റ്റോറി ഒന്നും വായിക്കാണ്ട് തന്നെ എനിക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഈ ആൻസർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതെന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഫുള്ള് കഥയും വായിച്ചു, NPV കാൽക്കുലേഷൻ ആണ്, നമുക്ക് അറിയുന്നതാണെന്നുള്ള കോൺഫിഡൻസിൽ നമ്മൾ അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ മേലെ സ്റ്റക്കായിട്ട് നമ്മൾ ഒരുപാട് സമയം അതിന്റെ മേലെ സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ടെൻഷൻ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അറിയുന്നതായിട്ടും നല്ലോണം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഇൻഡയറക്റ്റ് പ്രഷറും കൂടി നമ്മുടെ മേലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തിയറി പിന്നെ നമുക്കപ്പോ ഒന്നില്ലേ നമ്മൾ സ്കിപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നല്ല വേർഡ്സും സെന്റൻസും നമ്മുടെ മൈൻഡിലേക്ക് പിന്നെ വരില്ല. അപ്പൊ ആദ്യം പ്രോബ്ലം ചെയ്തിട്ട് പിന്നെ രണ്ടാമത് തിയറി എഴുതാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യ തിയറി എഴുതുകയാണെങ്കിൽ ആ ഒരു ഇതിന് സമയത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ 6 മാർക്ക് ആണെങ്കിൽ ഒരു 12 മിനിറ്റിനുള്ളിൽ മാക്സിമം എത്ര എഴുതാൻ പറ്റുമോ അത് നമ്മൾ ആദ്യം എഴുതുന്നു. ക്വസ്റ്റ്യനോ വേറെ എന്തെങ്കിലും സ്പെസിഫിക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്നോ ഈ ക്വസ്റ്റ്യൻ ടഫ് ആണോ എന്നൊന്നും അറിയാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ആദ്യം എഴുതുന്നു. ഇത് എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ സിനാരിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ തിയറിക്ക് നമുക്ക് കിട്ടാവുന്ന മാർക്ക് അത്യാവശ്യം നമുക്ക് അതിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും ആദ്യം തിയറി എഴുതുന്നുണ്ട്. ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. ഇത് എഴുതുന്നതിനെ കൊണ്ടുള്ള ഗുണം, കാരണം നമ്മളൊരു ടൈമിംഗ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത ഒരിക്കലും നമുക്ക് തിയറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. പ്രോബ്ലം തന്നെ തീർത്ത് പ്രോബ്ലം ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നോക്കും, തിയറിന്റെ മാർക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും തിയറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെൻസിറ്റിവിറ്റി അനാലിസിസിനെ ബേസ് ചെയ്ത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാല്, ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ സെൻസിറ്റിവിറ്റിന്റെ അഡ്വാൻറ്റേജസ് 2 മാർക്കിനാണ് ആകെ എഴുതുന്നുള്ളൂ. ബെനിഫിറ്റ്സും ലിമിറ്റേഷനും വേറെ ഏതെങ്കിലും ഒരു മെത്തേഡും പറഞ്ഞിട്ട് അപ്പൊ 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് റിക്വയർമെന്റിൽ തന്നെ. അപ്പൊ ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഈസി ടു കാൽക്കുലേറ്റ് ആണ്. നമുക്ക് ആ ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്ട്ലി വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സെൻസിറ്റിവിറ്റി. അതിന്റെ കൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ NPVന്റെ ചേഞ്ച് ആണ്. ഓരോ വേരിയബിൾ ഫാക്ടറിനോട് NPVക്ക് സംഭവിക്കുന്ന ചേഞ്ച് അല്ലെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം സെൻസിറ്റീവ് ആണ് ആ ഫാക്ടറിനോട് നമ്മുടെ NPV. ഇപ്പൊ സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട്, സെയിൽസ് വോളിയം ഉണ്ട്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിൽ ഒരു ചേഞ്ച് വന്നാൽ നമ്മളെല്ലാം ഒരു എസ്റ്റിമേറ്റ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ള ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ NPV കണ്ടുപിടിക്കുന്നത്. ആ NPVനെ വെച്ചിട്ടുള്ള ഡിസിഷനുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ച ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത പോലെ അല്ല സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നെടുത്ത തീരുമാനം NPV, ആ കണ്ടുപിടിച്ച NPV വെച്ചിട്ട് എടുത്ത ഡിസിഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഒക്കെ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ NPV 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത് വരെ ഈ ഫാക്ടേഴ്സ് എത്ര മാറിയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. നമ്മുടെ NPV എങ്ങാനും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം വിചാരിച്ചതിന് ഫാക്ടേഴ്സ് മാറിയതുകൊണ്ട്, സെയിൽസ്, വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് മാറിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ NPV എങ്ങാനും നെഗറ്റീവ് ആയാൽ നമ്മൾ എടുത്ത ഡിസിഷൻ തെറ്റി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസേ ചെയ്യുന്നത്. അപ്പൊ ഓരോ ഫാക്ടർ നമുക്ക് എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് എന്നുള്ളത് നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ് കാണിച്ചിരുന്നത്. അപ്പൊ ഇത് നമുക്ക് ബെനിഫിറ്റ്സിൽ എഴുതാൻ പറ്റും. ഒരു ചെറിയ പാരഗ്രാഫ് എഴുതിയാൽ മതി. ഒരു 3 സെന്റൻസ് അല്ലെങ്കിൽ 4 സെന്റൻസ് മാക്സിമം വരുന്ന ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക ബെനിഫിറ്റ്സിനെ പറ്റി. ആ ബെനിഫിറ്റ്സ് കഴിഞ്ഞ പാടെ ലിമിറ്റേഷൻ കൊടുക്കുക. ലിമിറ്റേഷൻസ് അടുത്ത ഹെഡിങ് കൊടുത്തു, ലിമിറ്റേഷൻ. എന്നിട്ട് ആ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, സെൻസിറ്റിവിറ്റി അനാലിസിസിന്റെ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് എന്താ, അത് ഒരു സിംഗിൾ വേരിയബിൾ ഫാക്ടറിന്റെ ചേഞ്ച് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. ഒരൊറ്റ സിംഗിൾ വേരിയബിൾ ഫാക്ടറിന്റെ ചേഞ്ച് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ പോരടാ, പോയിന്റ് ആയിട്ട് എഴുതിയാൽ പോരെന്ന് ചോദിച്ചു. ഒരിക്കലും പോയിന്റ് ആയിട്ട് എഴുതാൻ പാടില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾ ഏത് തിയറി ആണെങ്കിലും ഒരിക്കലും അത് പോയിന്റ് ആയിട്ട് എഴുതാൻ പാടില്ല, പാരഗ്രാഫ് ആക്കി തന്നെ എഴുതാൻ നിർബന്ധമാണ്. ഒരു ഇതുപോലും പോയിന്റ് ആയിട്ട് എഴുതാൻ പാടില്ല, പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം. ഏത് ചാപ്റ്ററിന്റെ ഏത് തിയറി ആണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ക്രിട്ടിക്കൽ ആണ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, മാർക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ക്രിട്ടിക്കൽ എന്നുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. അതാ പറഞ്ഞത്, 2 മാർക്കിന് ഒരു പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. 2 പോയിന്റ് പറയണമെന്നില്ല. ഒരു പോയിന്റ് തന്നെ പാരഗ്രാഫ് ആക്കി എഴുതുന്നതിലാണ് കാര്യം. കുറെ പോയിന്റ്സ് കൊടുക്കാണ്ട് കൊടുക്കുന്ന പോയിന്റ്സ് വൃത്തിക്ക് എഴുതുകയാണ് വേണ്ട. എപ്പോഴും ഏത് തിയറി ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചാലും അങ്ങനെ തന്നെ ചെയ്യണം. പോയിന്റ് ആയിട്ട് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ അവരുടെ ആൻസേഴ്സ് ഏതെടുത്ത് നോക്കിയാലും, നിങ്ങൾ നിങ്ങളുടെ കപ്ലാൻ കിറ്റിലോ PPPയിലോ ഇല്ലെങ്കിൽ സ്റ്റഡി ഹബിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എടുത്തു നോക്കിയാൽ അവർ പോയിന്റ് ആയിട്ട് എഴുതിയതേ ഉണ്ടാവില്ല. എല്ലാ സാധനവും ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയ. അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റുകൾ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത്. അപ്പൊ നമുക്കും എക്സാമിന് പോകുമ്പോൾ പോയിന്റുകളെ പഠിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ കാണാപ്പാടം പോലില്ല നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് പോയിന്റ്സ് മാത്രം, പാരഗ്രാഫ് ഓർത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പോയിന്റ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഈ പോയിന്റ് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റേണ്ടത് എക്സാമിന്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറെ തിയറി ടൈപ്പ് ചെയ്ത് തന്നെ നോക്കണം. ആൻസേഴ്സ് ഒക്കെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ നോക്കണം, എന്നാലും നമ്മുടെ ആ സ്കില്ല് കൂടുള്ളൂ. അപ്പോ ഒന്നുപോലും പോയിന്റ് ആയിട്ട് എഴുതുന്നത്, എല്ലാം പാരഗ്രാഫ് ആയിട്ട് എഴുതണം. ബെനിഫിറ്റ്സ് പറഞ്ഞു, ലിമിറ്റേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആ ലിമിറ്റേഷനിൽ ഒരു സിംഗിൾ വേരിയബിൾ ഫാക്ടറിന്റെ ചേഞ്ച് മാത്രമേ നമ്മുടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് മനസ്സിലാക്കുന്നുള്ളൂ. ഇല്ല, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. പക്ഷെ ശരിക്കും ഒരു കമ്പനിയിൽ ചേഞ്ച് വരുമ്പോൾ സെയിൽസ് മാറുന്ന കൂടെ ചിലപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാറാം, ഇല്ലെങ്കിൽ നമ്മൾ പ്രൈസ് കൂട്ടുന്നതോടെ, സെല്ലിംഗ് പ്രൈസ് കൂട്ടുന്നതോടെ നമ്മുടെ ഡിമാൻഡിന് ചിലപ്പോൾ കുറയാം. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് നമ്മൾ ഇന്റർ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ഒരു ഫാക്ടർ ആയിരിക്കില്ല മാറുക, ഒന്നിലധികം ഫാക്ടേഴ്സ് മാറും. അങ്ങനെ ഒന്നിലധികം ഫാക്ടേഴ്സ് ഒരുമിച്ച് മാറുന്നത് നമുക്ക് സെൻസിറ്റിവിറ്റി അനാലിസിസിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എഴുതുക. ഈ ഒരു പോയിന്റ് തന്നെ നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സെന്റൻസ് ആക്കി പാരഗ്രാഫ് ആക്കി എഴുതുക. ഒറ്റ പാരഗ്രാഫ് എഴുതിയാൽ മതി. ഇപ്പൊ മേലെ ഒരു പാരഗ്രാഫായി, താഴെ ഒരു പാരഗ്രാഫായി, 2 പാരഗ്രാഫായി, 4 മാർക്ക് കിട്ടി. ഒരു പാരഗ്രാഫിന് 2 മാർക്ക് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് സജസ്റ്റ് അനദർ വേ ടു അസസ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നുണ്ട്. ആ അനദർ വേ എന്താന്ന് ചോദിച്ചാൽ സിമുലേഷൻ എഴുതാം. നമുക്ക് സിമുലേഷനെ പറ്റിയിട്ട് പറയാം. സിമുലേഷൻ ആണ് മൾട്ടിപ്പിൾ വേരിയബിൾ ഫാക്ടേഴ്സിന്റെ ചേഞ്ച് നമുക്ക് തരുന്നത്. കുറച്ചുകൂടി ഒരു റിയൽ വേൾഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സിമുലേഷൻ ആണ്. സിമുലേഷൻ നമ്മൾ കമ്പ്യൂട്ടർ എല്ലാം യൂസ് ചെയ്തിട്ട്, ഹ്യൂമൻ ബ്രെയിൻ അല്ല, കമ്പ്യൂട്ടർ വഴിയുള്ള പല അനാലിസിസ് മെത്തേഡ്സ് വഴിയൊക്കെയാണ് നമ്മൾ സിമുലേഷനിൽ ആ ചേഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓരോന്നിനെ പറ്റിയിട്ടും യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഇതില് ഈ 3 പോയിന്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ നമ്മുടെ 6 മാർക്ക് നമുക്ക് കിട്ടും. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിനെ ബേസ് ചെയ്ത് ചോദിച്ച 20 മാർക്സിൽ ഈസി മാർക്സ് ആണ് ഈ 6 മാർക്ക്. നമ്മൾ ഇതിനെ വെച്ചിട്ട് എഴുതിയ 5 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടണം. ഇനി പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇനി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. പ്രോബ്ലത്തിലും ഭയങ്കര ചാലഞ്ച് ഒന്നും ഇല്ല. NPV കാൽക്കുലേഷൻ ആണ് ആദ്യത്തെ. ആ NPV കാൽക്കുലേഷനിലും ഭയങ്കര ചാലഞ്ച് ഒന്നും ഇല്ല. അപ്പൊ ഞാനൊരു സെപ്പറേറ്റ് എക്സൽ ഷീറ്റിൽ ചെയ്ത് കാണിക്കാം. എക്സൽ ഷീറ്റിലാണ് ചെയ്യുന്നത്. എക്സൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ് ഓർ നോ പറയോ? എക്സൽ കാണുന്നില്ലേ? യെസ് ഓർ നോ പറഞ്ഞുള്ളവര് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. NPV കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. വി കമ്പനി ഇസ് എ പ്രോഫിറ്റബിൾ കമ്പനി ദാറ്റ് ഈസ് കൺസിഡറിംഗ് എ ന്യൂ പ്രോജക്ട് ടു മാനുഫാക്ചർ എ ന്യൂ പ്രോഡക്റ്റ് കോൾഡ് വി പ്രോ. പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 1.2 മില്യൺ പൈസ വേണം പുതിയൊരു മെഷീനറി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവിടുത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ 1.2 മില്യൺ എന്ന് പറയുന്നത്. പേയബിൾ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ തന്നെ കൊടുക്കണം. അപ്പൊ T0 ഈ പേയ്മെന്റ് പോയിട്ടുണ്ടാവുക.
The machinery is expected to have a 4-year economic life after which it is sold for a scrap value 200,000. അപ്പൊ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് 4 years ആണ്. അപ്പൊ ആദ്യം അത് കിട്ടിയ പാടാ ഞാൻ ഇവിടെ തന്നെ ബുക്സിൽ എക്സലിൽ നമ്മൾ T1 എന്ന് ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് T0 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇവിടെ നോർമൽ എക്സലിൽ കിട്ടുമായിരിക്കും. SCCന്റെ സൈറ്റിൽ കുറെ സാധനങ്ങൾക്ക് ചേഞ്ച് ഉണ്ട്. നിങ്ങൾ സാധാരണ എക്സലിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കുറെ സാധനങ്ങളിൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, SCCന്റെ സൈറ്റിലും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് എക്സാമിന് പോയിട്ട് ആ പ്രശ്നം ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിനോട് യൂസ് ടു ആവാൻ വേണ്ടി നിങ്ങൾ CP പ്ലാറ്റ്ഫോം ഒക്കെ ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ സൈറ്റിലാണെങ്കിൽ T0 T1 എന്ന് ഒരുമിച്ച് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്താലേ അവിടെ വരുള്ളൂ. T0 എന്ന് മാത്രം അടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മുടെ നോർമൽ എക്സലില് സൈറ്റിൽ ചെയ്യുമ്പോൾ T0 T1 ഒരുമിച്ച് അടിച്ച് ഡ്രാഗ് ചെയ്യണം, എന്നാലേ വരുള്ളൂ. അപ്പൊ 4 വർഷമാണ് ലൈഫ് എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ എടുക്കുന്നു, ബാക്കി വായിക്കുന്നു. ഫോർ ടാക്സ് പർപ്പസ് കമ്പനി പേസ് 20% ടാക്സ്, 20% ടാക്സ് അടയ്ക്കുന്നത്. പേയ്മെന്റ് ഇൻ 1 year അരിയർ. അപ്പൊ എപ്പോഴായിരിക്കും ടാക്സ് തുടങ്ങുക? ഏത് ടൈമിംഗിലാണ് ടാക്സ് തുടങ്ങുക? 1 year അരിയർ എന്ന് പറയുമ്പോൾ ഏത് ടൈമിംഗിലായിരിക്കും ടാക്സ് തുടങ്ങുക? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. T2-ലല്ലേ 1 year അരിയർ എന്ന് പറയുമ്പോൾ T2 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഡിപ്രിസിയേഷൻ ഉണ്ട്, 25% റെഡ്യൂസിങ് ബാലൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഡിസ്പോസൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസിങ് അലവൻസ് ഉണ്ടെങ്കിൽ അലവൻസ് എല്ലാം യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി സെയിൽസ് ആർ പ്രൊജക്റ്റഡ് ടു ബി 10,000 യൂണിറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം 10,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് എ ഫോർകാസ്റ്റ് ടു ഗ്രോ ബൈ 5% ആനുവലി ദർ ആഫ്റ്റർ. അപ്പൊ ആദ്യം നമുക്ക് സെയിൽസ് വോളിയം കൊടുക്കുക. സെയിൽസ് വോളിയം സെയിൽസ് വോളിയം 10,000 ആണ് ഫസ്റ്റത്തെ ഇയറിൽ. ബാക്കി എല്ലാ വർഷവും 5% വെച്ച് കൂടുന്നു പറഞ്ഞു. ഇൻറ്റു 1.05 എന്ന് കൊടുക്കുകയാണ്. 5% ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇൻറ്റു 1.05 എന്ന് കൊടുക്കുന്നു. ഇവിടെ കൊടുത്ത അതേ ഫംഗ്ഷൻ തന്നെ ഞാൻ ഈ 2 സെല്ലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഈ സെല്ലിൽ ഞാൻ എക്സലിനോട് അല്ലെങ്കിൽ നമ്മുടെ CP പ്ലാറ്റ്ഫോമിനോട് പറഞ്ഞ് തൊട്ട് മുമ്പത്തെ സെല്ലിനെ 5% വെച്ച് ഒരു പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യാൻ. എന്നാൽ അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാം തൊട്ട് മുമ്പത്തെ സെല്ലുകളെയാണ് ഓരോ പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ ആണോ പറഞ്ഞത്? സെയിൽസ് വോളിയത്തിനെ പറ്റി പറഞ്ഞത് ഓക്കെ ആണോ എല്ലാവർക്കും? യെസ്. ഇനി ബാക്കി വായിക്കും. സെല്ലിംഗ് പ്രൈസ് 150 ആണ്. കറന്റ് പ്രൈസ് ടേംസ് എന്നാ പറയുന്നത്. കറന്റ് പ്രൈസ് എന്ന് വെച്ചാൽ T0 ടേംസിൽ സെല്ലിംഗ് പ്രൈസ് 150 ആണ്. ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട് 3% പെർ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെയിൽസ് റവന്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഓരോന്നായിട്ട് വായിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. സെയിൽസ് റവന്യൂ ഉണ്ട്, ഇതിന്റെ മേലെ 150 ആണ് നമ്മുടെ പ്രൈസ്. പക്ഷെ അത് കറന്റ് പ്രൈസ് ടേംസ് എന്ന് പറഞ്ഞാൽ T0 ടേംസ് ആണ്. അതിന് ഇൻഫ്ലേറ്റ് ചെയ്യണം. 1.03 ആയിരിക്കും ഇൻഫ്ലേഷൻ. 3% ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1+R എന്നുള്ള പോലെ *1. ഫസ്റ്റ് ഇയർ ആയിട്ട് ഒരു പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്താൽ മതി. ഈ കിട്ടിയ ആൻസറിനെ ഞാൻ ഇങ്ങോട്ടൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തൊട്ട് മേലത്തെ സെല്ലിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിറ്റ്സിനെ 150 വെച്ച് തന്നെ ചെയ്യും. അതിനെ 3% ഇൻഫ്ലേറ്റും ചെയ്യും. പക്ഷെ ഒരു പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ പവർ നമ്മൾ മാറ്റി കൊടുക്കണം. 2ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ 2 പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യണ്ടേ. 3ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ 3 പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഓരോ പ്രാവശ്യം പവർ മാത്രം മാറ്റി കൊടുക്കുക. *2, *3, *4 ഓരോ പ്രാവശ്യത്തെയും പവർ മാറ്റി കൊടുത്തു. ഇത്രയാണ് നമുക്ക് സെയിൽസ് റവന്യൂ വരണ്ടേ. ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആയിരുന്നു വരണ്ടേ. പക്ഷെ പകരം ഇവിടെ എന്ത് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ഇസ് ഫോർകാസ്റ്റ് ടു ബി 60% ഓഫ് സെയിൽസ്. സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കുറച്ചതിന് ശേഷം വരുന്നതല്ലേ കോൺട്രിബ്യൂഷൻ. അപ്പൊ ആ കോൺട്രിബ്യൂഷൻ ഡയറക്ട്ലി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് തരാണ്ട് ഡയറക്ട്ലി കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് നേരെ കണ്ടുപിടിക്കാം. വേരിയബിൾ കോസ്റ്റ് കുറച്ചതിന് ശേഷം വരുന്ന കോൺട്രിബ്യൂഷൻ ഇവിടെ കൊടുക്കുന്നു. കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. വേണമെങ്കിൽ ഒരു സ്പേസ് വിട്ടിട്ട് കൊടുക്കാം. അതിനിടയിൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടില്ല, ഇത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്ട്ലി കോൺട്രിബ്യൂഷൻ എടുക്കും. കോൺട്രിബ്യൂഷൻ എത്രയാണ് വരിക എന്ന് ചോദിച്ചാൽ സെയിൽസിന്റെ 60%. എത്രയാണോ ഓരോ വർഷവും സെയിൽസ് സംഭവിച്ചത് അതിന്റെ 60% ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അതും കിട്ടി നമുക്ക്. ഇനി ഫിക്സഡ് കോസ്റ്റ് ആർ സെറ്റ് ടു ബി. ഇതാണ് ഇപ്പൊ ഇതിലൊരു ചാലഞ്ചിങ് ആയിട്ടല്ലേ നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. ബാക്കിയൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. 12 മാർക്ക് എങ്ങനെ ഇവർ ഇതിന് തന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബാക്കി നമ്മൾ ഹിറ്റിൽ ചെയ്യുന്ന ഈ ഒരു ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ 8 മാർക്കേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റലും ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യന് മാത്രമേ ഒരു 12 മാർക്ക് അവർ ചോദിക്കാറുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചവർക്കൊക്കെ നല്ല സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ 12 മാർക്ക് കിട്ടണം നമുക്ക്. ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഇതിൽ ചാലഞ്ചിങ് ഉള്ളൂ. ബാക്കിയൊക്കെ ബേസിക്സ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ആർ സെറ്റ് ടു ബി
2,50,000 per year in current price terms. ഇൻഫ്ലേറ്റിംഗ് അറ്റ് 2% per year. അപ്പൊ 2.5 ലക്ഷമാണ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 2% ആണ് ഇൻഫ്ലേഷൻ വരുന്നതെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. നമ്മൾ ക്യാഷ് ഫ്ലോസ് റെലവെന്റ് ആണോ നോക്കുമ്പോൾ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്, അപ്പോഷൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ്, ഇതൊന്നും നമുക്ക് റെലവെന്റ് അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ ഈ സെന്റൻസിൽ തന്നെ ഈ 2,50,000 ദിസ് ഇൻക്ലൂഡ്സ് 1 lakh ഓഫ് സെൻട്രലി അലോക്കേറ്റഡ് ഓവർ ഹെഡ്സ്. അപ്പൊ സെൻട്രൽ ഹെഡിന് വന്നില്ല, നമ്മുടെ ഹെഡ് ഓഫീസിന് വന്നിരിക്കുന്ന കോസ്റ്റുകൾ ഇവർ ഓരോ ബ്രാഞ്ചിലേക്കായിട്ട് അലോക്കേറ്റ് ചെയ്ത വഴിയിൽ ഒരു അലോക്കേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് ഒരു 1 lakh ഉണ്ട്. ആ 1 lakh ഈ ഫിക്സഡ് കോസ്റ്റിനുള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ആ 1 lakh നമ്മൾ റെലവെന്റ് ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കാൻ പാടുമോ? യെസ് ഓർ നോ പറഞ്ഞേ. ആ 1 lakh എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് നമ്മൾ റെലവെന്റ് ക്യാഷ് ഫ്ലോസ് ആയിട്ട് എടുക്കാൻ പാടുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞേ. 1 lakh അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എടുക്കാൻ പാടില്ല, അത് റെലവെന്റ് അല്ല നമുക്ക്. ആ 1 lakh എന്ന് പറയുന്നത് നമുക്ക് റെലവെന്റ് ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനില്ലേ, നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന V-Pro എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്റെ ആവശ്യത്തിനായിട്ട് വന്നിരിക്കുന്നതല്ല ആ കോസ്റ്റ്. അത് സെൻട്രലി വന്നത് അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ പറഞ്ഞത്? യെസ് ഓർ നോ? യെസ്. അപ്പൊ അതുകൊണ്ട് ആ 1 lakh ഒഴിവാക്കിയിട്ട് 2,50,000 ആ 1 lakh ഒഴിവാക്കിയിട്ടുള്ള ബാക്കി 1,50,000 മാത്രമേ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ മിസ് ആവാൻ പാടുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് -1,50,000 ആണ് എടുക്കേണ്ടത്. ഈ 1,50,000 കറന്റ് പ്രൈസ് ടേംസ് ആണ്. ഇൻഫ്ലേറ്റ് ചെയ്യണം അതിനെ 1.02 2% ഇൻഫ്ലേറ്റ് ചെയ്യണം. പവർ 1 കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടെല്ലാം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, പവർ മാത്രം മാറ്റി കൊടുക്കുന്നു. raised to 2 ഓരോ പ്രാവശ്യവും ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഇയർ മാറും തോറും അതിന്റെ പവറുകൾ ഞാൻ മാറ്റി കൊടുക്കുന്നു. ഇത്രയാണ് എനിക്ക് ഫിക്സഡ് കോസ്റ്റ് വരേണ്ടത്. ഇനി എക്സാമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോയിന്റ് വന്നു, അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ആ 1 lakh കളയണം, അത് റെലവെന്റ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു വിചാരിക്കുക. നിങ്ങൾ ആ 2,50,000 എടുത്ത് തന്നെ ചെയ്യാം, അത് വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഫിക്സഡ് കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിന് ഒരു മാർക്ക് ഉണ്ടാവും. ആ ഒരു മാർക്ക് മാത്രമേ നിങ്ങൾക്ക് പോളൂ, 1-1.5 മാർക്ക് ഉണ്ടാവും. ആ ഒരു മാർക്ക് മാത്രമേ പോളൂ. ബാക്കി നിങ്ങൾ ഫുൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ബാക്കി 10 മാർക്ക് കിട്ടും. നിങ്ങളുടെ ആൻസർ തെറ്റിക്കോട്ടെ, തെറ്റി ആൻസറിനെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്ത് അതിന്റെ മാർക്കും കിട്ടും ഉറപ്പ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല പോയിന്റുകളിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. പക്ഷെ സ്റ്റക്കായി പോകുന്തോറും എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഓൺ ഫിഗർ റൂൾ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഫുൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആ മിസ്സായി പോയല്ലേ, തെറ്റിച്ച ആ ഒരു ഫിഗറിന്റെ മാർക്ക് മാത്രമേ പോളൂ. ബാക്കി താഴോട്ടുള്ള എല്ലാ കാൽക്കുലേഷന്റെ മാർക്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടം വരെ എത്തിയാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് കിട്ടുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണ് ഇവിടം വരെ നമുക്ക് കിട്ടുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ഈക്വൽ ടു ഈ രണ്ടെണ്ണം മാത്രം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരുന്നത്. ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നതിന് മുമ്പ് വരുന്ന ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇതാണ് വരുന്നത്. ഓക്കെ ആണോ അവിടെ വരെ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. യെസ്. ഇനി ഇതിന്റെ മേലെ നമ്മൾ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. അപ്പൊ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് 1 year അരിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു പീരീഡും കൂടി ക്യാഷ് ഫ്ലോ ആയിട്ടുണ്ടാവും. ആ പീരീഡും കൂടി എഴുതാം. T5 ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടാക്സ് അറ്റ് 20% ആണ് ഓൺ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. അതേപോലെ തന്നെ ടാക്സ് സേവിങ്സും ഉണ്ട്. നമുക്ക് ടാക്സ് സേവിങ്സും ടാക്സ് അലവബിൾ ഡിപ്രിസിയേഷനും ഉണ്ടാവും. ഈ 2 ഐറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 20% ടാക്സ് തന്നിട്ടുണ്ട്, 25% റെഡ്യൂസിങ് ബാലൻസിലാണ് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 1 year അരിയർ ആവുമ്പോൾ T2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ 774ന്റെ ടാക്സ് 20% ടാക്സ് നമ്മൾ T2ലാണ് കൊടുക്കുക. ഇവിടെ ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ടാക്സ് വരെ. ഇനി ടാക്സ് സേവിങ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് ചെയ്യണം. ആ വർക്കിംഗ് നോട്ട് എങ്ങനെയാ ചെയ്യുക നോക്കാം. വർക്കിംഗ്സ് ഹെഡിങ് കൊടുത്തു. വർക്കിംഗ് നോട്ട് 1 ആയിരുന്നു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ എത്രയും ഷോർട്ട് ഫോം ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. അതിൽ തന്നെ നമുക്കൊരു ഫോർമാറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, എത്ര ഇയർ ആണ് ഉള്ളത്, 4 വർഷമായിരുന്നു വരുന്നത്. 4 വർഷം. ഇവിടെ ഡിപ്രിസിയേഷൻ ആൻഡ് അലോവൻസസ് എന്ന് വേണം കൊടുക്കാൻ വേണ്ടി. അലോവൻസസ് നമ്മൾ ലാസ്റ്റത്തെ വർഷം ഡിപ്രിസിയേഷന്റെ കൂടെ അലോവൻസും കൂടി ചാർജ് ചെയ്യും. കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ 1.2 million. സ്ക്രാപ്പ് വാല്യൂ 200,000. ഇനി ഡിപ്രിസിയേഷൻ റെഡ്യൂസിങ് ബാലൻസ് ആണെന്ന് പറഞ്ഞു.
റെഡ്യൂസിങ് ബാലൻസ് ആണെങ്കിൽ കോസ്റ്റ് ഇൻറ്റു 0.25 ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ തന്നെ ബാലൻസ് 0.75 എടുത്താൽ മതി. കാരണം അത് നമ്മൾ എപ്പോഴും ക്ലാസ്സസിൽ പറയലുള്ള പോലെ തന്നെ ഇതിന്ന് ഈ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ബാക്കി വരുന്ന ക്യാരിങ് വാല്യൂന്റെ ആണ് 25% എടുക്കട്ടെ റെഡ്യൂസിങ് ബാലൻസിൽ. അതിന് പകരം ഇപ്പൊ കിട്ടിയ ഡിപ്രിസിയേഷന്റെ 25 പോയിട്ടുള്ള ബാലൻസ് 75 എടുത്താലും മതി. സെയിം തന്നെയാ വരിക. വേണേ കാണിച്ചു തരാം. ഈക്വൽ ടു ആദ്യത്തെ വർഷം കോസ്റ്റിന്റെ കൂടെ ഡിപ്രിസിയേഷൻ കുറച്ചു, ഇത്രയും ചെയ്താൽ ക്യാരിങ് വാല്യൂ കിട്ടും. ഈ ക്യാരിങ് വാല്യൂന്റെ മേലെ വേണം 0.25 ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ. രണ്ടും സെയിം എമൗണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ എപ്പോ ചെയ്യുകയാണെങ്കിലും തൊട്ട് മുമ്പ് വന്ന പീരീഡിന്റെ ബാലൻസ് പെർസെന്റേജ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇതിന്റെ ബാലൻസ് 75% ആയിരിക്കും. ഇതിന് 25% പോയിട്ട് ബാക്കി വരുന്ന 75% ആയിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ഇയറിൽ ചെയ്യുമ്പോൾ ബാലൻസിങ് അലവൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കോസ്റ്റിന്ന് ഇതുവരെയുള്ള ഡിപ്രിസിയേഷനും എല്ലാം കുറച്ചു കളയും. അപ്പൊ നാലാമത്തെ വർഷം ആദ്യത്തെ ക്യാരിങ് വാല്യൂ വരും. ആ ക്യാരിങ് വാല്യൂവിനോട്, ആ വന്നിരിക്കുന്ന ക്യാരിങ് വാല്യൂനോട് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂവിന്റെ എമൗണ്ട് കുറച്ചാൽ മതി, തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കുറച്ചാൽ മതി. ബാക്കി വരുന്നതൊക്കെ ആയിരിക്കും ലാസ്റ്റത്തെ വർഷത്തെ അലവൻസും ഡിപ്രിസിയേഷനും കൂടി വരിക. ഓക്കെ ആണോ പറഞ്ഞേ? ക്ലാസ്സസിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ സെക്ഷൻസ് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ക്വസ്റ്റനിൽ വരുന്നതാണ്. അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കും. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അല്ലേ? യെസ് ഓർ നോ? സെയിം എമൗണ്ട് തന്നെയല്ലേ കിട്ടിയ? യെസ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ടാക്സ് സേവിങ്സ് കണ്ടുപിടിക്കുന്നു. ടാക്സ് സേവിങ്സ് എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഡിപ്രിസിയേഷന്റെ എമൗണ്ട് ഇൻറ്റു 0.2 ആണ് ടാക്സ് വരുന്നത്. അത് ടാക്സ് സേവിങ്സ് ആയിട്ട് എടുക്കും. T2 സ്റ്റാർട്ട് ചെയ്യുക, T5 വരെ ഉണ്ടാവും. ഇത്രയാണ് ടാക്സ് സേവിങ്സ് വരുന്നത്. കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ എന്തൊക്കെ വരും ചോദിച്ചാൽ ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റത്തെ ഇയറിൽ T0 തന്നെ വേണം കൊടുക്കാൻ വേണ്ടി. സ്ക്രാപ്പ് വാല്യൂ ബിസിനസ് എൻഡ് ചെയ്യുന്ന T4 വേണം കൊടുക്കാൻ വേണ്ടി. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ഫ്ലോയും സ്ക്രാപ്പ് വാല്യൂ ഇൻഫ്ലോയും ആയിരിക്കും. അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. ടാക്സിന് ശേഷം വരുന്ന നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. ഈക്വൽ ടു സം ഓഫ്, ഇതെല്ലാം ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഇത്രയും എണ്ണത്തിന്റെ സം ഞാൻ എടുത്തു വെക്കുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ടെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി എല്ലാ സെല്ലിലെയും ഫുൾ വാല്യൂ തന്നെ, വേണ്ട വാല്യൂസ് തന്നെ വന്നു. ഓരോ സെല്ലിലും നമുക്ക് വേണ്ട വാല്യൂസ് തന്നെ വന്നു. ക്യാഷ് ഫ്ലോ കിട്ടി. ഇനി ഈ കിട്ടിയ ക്യാഷ് ഫ്ലോയിനെ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി നോമിനൽ വാക്ക് വേണം യൂസ് ചെയ്യാൻ. നോമിനൽ ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ നോമിനൽ വാക്ക് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. നോമിനൽ വാക്ക് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വർക്കിംഗ് നോട്ട് 2 പ്രിപ്പയർ ചെയ്തു. നോമിനൽ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യാണ്ട് ഡയറക്ട്ലി അവിടെ നോമിനൽ വാക്ക് എന്നുള്ള കോളത്തിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് റിയൽ റേറ്റ് 8% ആണെന്നും ജനറൽ ഇൻഫ്ലേഷൻ 3.7% ആണ്. അപ്പൊ ഇതിൽ നിന്ന് നോമിനൽ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് കമന്റ് ചെയ്യോ? റിയൽ റേറ്റും നോമിനൽ റേറ്റ് ഒക്കെ തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് കമന്റ് ചെയ്യോ? ഫിഷേഴ്സ് ഫോർമുല എന്ന് പഠിച്ചിട്ടുണ്ട്. ഫിഷേഴ്സ് ഫോർമുല. അപ്പൊ ഫിഷേഴ്സ് ഫോർമുലേന്റെ ഇക്വേഷൻ പ്രകാരം എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ 1 plus m equal to 1 plus r into 1 plus i ആണ് വരിക. അപ്പൊ ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ആറും ഐയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 1 plus m എത്രയാണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു ബ്രാക്കറ്റിൽ ആർ എന്ന് പറയുന്ന റിയൽ റേറ്റ്. ഇത്രയായിരുന്നു റിയൽ റേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന 8% ആണ്. അപ്പൊ 1 plus r എന്ന് പറഞ്ഞാൽ 1 plus 0.08 ആ പെർസെന്റേജ് എടുത്തു. ഇൻറ്റു 1 plus i എന്നാണ് വരിക. i എന്ന് പറഞ്ഞാൽ 0.037 അത് വന്നു. അപ്പൊ 1.1196 എന്നാണ് കിട്ടുക. അപ്പൊ m ഈക്വൽ ടു ഇത് -1 11.99 അല്ലെങ്കിൽ 12% എന്ന് കിട്ടുക. അവർ ആൻസർ ചെയ്യുമ്പോൾ അവർ ആൻസർ ചെയ്തത് നമുക്ക് കാണിച്ചു തരുമ്പോൾ അവർ പെൻ ആൻഡ് പേപ്പറിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ അതിനെ റൗണ്ട് ചെയ്തിട്ട് 0.12 12% എടുത്തിട്ടാണ് ചെയ്തത്. നമ്മൾ എക്സലിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സലിന്റെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ
ഇത് റൗണ്ട് ചെയ്യാണ്ട് ഈ ഫുൾ വാല്യൂ ആയിട്ട് തന്നെ എടുക്കുക. എത്രയാണോ കിട്ടിയ ആൻസർ ആ ആൻസർ തന്നെ എടുക്കുക. എന്നിട്ട് NPV കണ്ടുപിടിക്കുക. നോമിനൽ NPV ഈക്വൽ ടു T0 പ്ലസ് NPV ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു റേറ്റ് T1 തൊട്ടിട്ടുള്ള എല്ലാ ക്യാഷ് ഫ്ലോസ്. ഇങ്ങനെയല്ല നമ്മൾ NPV എക്സലിൽ കണ്ടുപിടിക്കുക. സ്പ്രെഡ്ഷീറ്റിൽ കണ്ടുപിടിക്കുന്ന ഫോർമുല അതെ. ഈക്വൽ ടു T0 പ്ലസ് NPV ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റേറ്റ് T1 തൊട്ടിട്ട് T4 വരെ ഇല്ല T5 വരെ നമുക്ക് വരുന്ന ക്യാഷ് ഫ്ലോസ് എല്ലായിടത്തും. ഇപ്പൊ 1253 എന്നാണ് വരിക. എക്സാമിന് നിങ്ങൾ CB പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ റുപ്പീ സൈൻ ഒന്നും ഉണ്ടാവില്ല. ഡയറക്ട്ലി എമൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും എവിടുന്ന ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്ത് അതിനനുസരിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു നമ്പർ ആൻസറിൽ ഉണ്ടാവുള്ളൂ. ഫൈനൽ ആൻസറിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവുള്ളൂ 1253,619. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ കമന്റും ചെയ്യണം. അപ്പൊ നമ്മുടെ കമന്റ് വരിക എന്താ കമന്റ് വരിക? സിൻസ് ദ NPV ഓഫ് ദി പ്രോജക്ട് when discounted at the cost of capital is positive and it increases positive ayond thanne and it increases the shareholders wealth ബൈ ഇത്ര എമൗണ്ട് എന്ന് വേണമെങ്കിൽ എമൗണ്ട് മെൻഷൻ ചെയ്യാം. അല്ല ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദി ഷെയർ ഹോൾഡർ വെൽത്ത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾ ചെയ്ത ആൻസർ തെറ്റാ ആണെങ്കിൽ കൂടി ആ എമൗണ്ടിലേക്ക് കമന്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ കമന്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് സോ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി അക്സെപ്റ്റബിൾ എന്ന് മാത്രം കമന്റ് കൊടുക്കുക. സോ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി അക്സെപ്റ്റബിൾ. നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ചെയ്തു. ആ കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയ ആൻസറിനെ ബേസ് ചെയ്തിട്ടുള്ള കമന്റും ചെയ്തു. മൊത്തം 12 മാർക്കും കിട്ടി. ഈ 12 മാർക്ക് സുഖമായിട്ട് കിട്ടേണ്ട 12 മാർക്കാണ്. ഓക്കെയാണോ പറഞ്ഞേ? യെസ് ഓർ നോ? കാരണം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്ഷൻ A ആൻഡ് B കുറച്ച് ചാലഞ്ചിങ് ആണ്, പ്രത്യേകിച്ച് സെക്ഷൻ A. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ C എളുപ്പമായിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാം ടഫായിട്ട് ചോദിക്കൂല എക്സാമിന്. അങ്ങനെ എല്ലാം ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ പഠിച്ചിട്ട് പോകാത്തതുകൊണ്ടായിരിക്കാം. ഒരു ആവറേജ് ആയിട്ട് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് എങ്ങനെ പോയാലും എക്സാമിന് ചില ഭാഗങ്ങളെ ടഫായിട്ട് ഉണ്ടാവുള്ളൂ, എല്ലാം ടഫായിട്ട് അവർക്ക് ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. 2 സെക്ഷൻ സീസ് ഉണ്ട് നമുക്ക്. വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു സെക്ഷൻ B ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ടല്ല ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലെ. ഇതിൽ തന്നെ B പാർട്ട് ഉണ്ട്, സെൻസിറ്റിവിറ്റി. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ. അപ്പൊ അതിന്റെ B പാർട്ട് ചെയ്യാം. B പാർട്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പെർസെൻറ്റേജ് നമുക്ക് കിട്ടണം. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടിയിട്ട് വേണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കമന്റ് നമുക്ക് പറയാൻ വേണ്ടി. കമന്റിന് മാർക്ക് കിട്ടും. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ എന്താ? NPV ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ട ഫാക്ടേഴ്സ് NPV വേണം, പ്രസന്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും വേണം. പ്രസന്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. NPV എത്രയാന്നുള്ളതാണ് നമ്മൾ മേലെ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് 1.2 മില്യൺ. ഇത് രണ്ടും കിട്ടി. ഇനി നേരെ പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഈക്വൽ ടു സെൻസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ആണ്. ഡയറക്ട്ലി ഞാൻ ഇവിടെ പെർസെന്റേജ് എന്നുള്ള പോലെ കൊടുക്കാം. എക്സാമിന് ഇങ്ങനെ ഒരു പെർസെന്റേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. 104.5 104.5 എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റിവിറ്റി ആണ്. ഇതിന്റെ മീനിങ് നമ്മുടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ 100% കൂടിയാൽ എന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ ആയിട്ട് കൂടിയാൽ മാത്രമേ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന NPV അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഡിസിഷൻ തെറ്റാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇതൊട്ടും ക്രിറ്റിക്കൽ അല്ലാത്തൊരു ഫാക്ടറാണ്. 100% ചേഞ്ച് ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. ഇതിന്റെ കമന്റ് നമ്മൾ പറയണ്ടേ. കമന്റ് എന്താ പറയണ്ടേ വെച്ചാൽ ഇഫ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതാണോ കുറയുന്നതാണോ കമ്പനിയെ സംബന്ധിച്ച് പ്രശ്നം എന്ന് കമന്റ് ചെയ്ത്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നതാണോ ഡിക്രീസ് ചെയ്യുന്നതാണോ കമ്പനിയെ സംബന്ധിച്ച് മോശം സിറ്റുവേഷൻ? I അല്ലെങ്കിൽ D എന്ന് കമന്റ് ചെയ്താലും മതി. ഇൻക്രീസ് ചെയ്യുന്നതാണോ ഡിക്രീസ് ചെയ്യുന്നതാണോ കമ്പനിയെ സംബന്ധിച്ച് പ്രശ്നം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നതല്ലേ, അതൊരു ഔട്ട്ഫ്ലോ അല്ലേ. ഔട്ട്ഫ്ലോസ് കൂടുന്നതല്ലേ കമ്പനിയെ സംബന്ധിച്ച് നഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇഫ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്
goes up by 104%, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഇല്ല ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങാനും നമ്മൾ വിചാരിച്ച പോലെ അല്ലാണ്ട് ഒരു 105% ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. If the initial investment goes up by 104.5%, then there is a possibility that NPV of the project may become 0 or negative എന്നൊരു കമന്റ് കൂടി ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ NPV നെഗറ്റീവ് അല്ലെങ്കിൽ 0 ആവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ചോദിച്ചാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങാനും 105% കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല നമുക്ക്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ് ഓർ നോ? 2 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ പറഞ്ഞ എല്ലാവരും? ഓക്കെ. അപ്പൊ 20 മാർക്കിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇതിന് മാത്രം ചാലഞ്ചിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ക്വസ്റ്റ്യനിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? യെസ് ഓർ നോ പറഞ്ഞേ. ഒരു 20 മാർക്സിൽ ഒരു 12 മാർക്സിന് മേലെ നമുക്ക് സുഖമായിട്ട് കിട്ടൂലേ? എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും എക്സാമിന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു 12 മാർക്സിന് മേലെ എന്തായാലും ഒരു സെക്ഷൻ സിയിൽ കിട്ടും. അവിടെ മിനിമം 50 കീപ്പ് ചെയ്യേണ്ട, 60% ആവറേജ് എന്നുള്ള പോലെ കീപ്പ് ചെയ്യണം സെക്ഷൻ സി ചെയ്യുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിനാൻസിങ് മൊഡ്യൂളിന്റെ ആയിരിക്കണം ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് സെക്ഷൻ ബിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചു. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഓൾറെഡി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. MCQയിൽ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരിക്കലും വീണ്ടും ഒരു 20 മാർക്കിന് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആണ് വാക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ ഭാഗ്യാണ് നിങ്ങളുടെ. കാരണം 12 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിനൊക്കെയാണ് വാക്ക് ചോദിക്കുക. ഇത് ചെയ്യാൻ 10 മിനിറ്റ് പോലും വേണ്ട. നല്ലപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഉറപ്പ് 10 മിനിറ്റ് പോലും വേണ്ട വാക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ചാലഞ്ചിങ് ആയിട്ട് ഫിനാൻസിങ് മൊഡ്യൂളിൽ ചാലഞ്ചിങ് ആയിട്ട് നമ്മളോട് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാവും. ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാൻ വേണ്ടി വാക്ക് ചോദിച്ചിട്ടോ നമ്മളെ ഭാഗ്യമാണ്. അപ്പൊ ഇവിടെ വാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ബാക്കി 8 മാർക്കിന് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. തിയറി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിയറി എഴുതണ്ടേ. 8 മാർക്കിന് ഒരൊറ്റ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ് തിയററ്റിക്കൽ റീസൺസ് why cost of capital for Roper company might change if company raises significant finance through large issue of debt. ഈസി തിയറിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബാക്കിന് എന്ത് മാറ്റം വരും? ഇതല്ലേ 3 ഇമ്പോർട്ടന്റ് തിയറി ആയിട്ട് നമ്മൾ പഠിച്ച. ട്രഡീഷണൽ തിയറി ഉണ്ട്, MM തിയറി വിത്ത് ടാക്സ് ഉണ്ട്, MM തിയറി വിത്തൗട്ട് ടാക്സ് ഉണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 മാർക്കും. അപ്പൊ എങ്ങനെയൊക്കെ എഴുതാന്ന് പറയാം. 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇമ്പാക്ട് ഓൺ വാക്ക് ഇല്ലേ, ഇമ്പാക്ട് ഓൺ വാക്ക്. നമ്മള് ഡെപ്റ്റ് കൊണ്ടുവരും തോറും വാക്കിന് 2 ഇമ്പാക്ട് ഉണ്ടാവും. ആ 2 ഇമ്പാക്റ്റില് ഇൻക്രീസ് സംഭവിക്കാൻ, വാക്ക് ഇൻക്രീസ് സംഭവിക്കാൻ, ഇത് ബോൾഡായിട്ടൊന്നും എഴുതണ്ട, ഇൻക്രീസ് വരും. ഇൻക്രീസ് വരുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാണ് ഇൻക്രീസ് വരുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിസ്ക് കാരണം, വാക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. വാക്ക് അതേ സമയത്ത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? ചീപ്പർ ആയിട്ടുള്ള KD നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വാക്ക് ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ 2 ഇമ്പാക്ട് പറയും. അതിനുശേഷം ഓരോ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ട്രഡീഷണൽ തിയറി കുറേ ഒന്ന് പറയേണ്ട, ഒരു പാരഗ്രാഫിൽ മിനിമലായി പറഞ്ഞാൽ ട്രഡീഷണൽ തിയറി പ്രകാരം ഇനീഷ്യലി നമ്മൾ ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 എഫക്റ്റിൽ കൂടുതൽ ഉണ്ടാവുക വാക്ക് ഡിക്രീസ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. അതിനുശേഷം പിന്നെ ഇൻക്രീസ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. ഒരു യു ഷേപ്ഡ് കർവ് ആയിട്ടാണ് ഉണ്ടാവുക വാക്കിന്റെ ലൈന് എന്നൊക്കെ പറഞ്ഞ് ട്രഡീഷണൽ തിയറി പറയുക. പിന്നെ M&M തിയറി ഉണ്ട്. M&M തിയറി തന്നെ വിത്ത് ടാക്സും പറയാം, വിത്തൗട്ട് ടാക്സും പറയാം. M&M തിയറി വിത്ത് ടാക്സും പറയാ, അതേപോലെ തന്നെ വിത്തൗട്ട് ടാക്സും പറയാം. വിത്തൗട്ട് ടാക്സ് ഉണ്ട്, വിത്തൗട്ട് ടാക്സ്.
അപ്പൊ എത്ര പാരഗ്രാഫ് ആയി ചോദിച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് 4 പാരഗ്രാഫിന്റെ അടുത്തായി. അപ്പൊ ഇവിടെ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു. ഇനി വേണമെങ്കിൽ 8 മാർക്കിന് ഇത് തികഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഓഫ് ഹൈ ലെവൽ ഓഫ് ഗിയറിംഗ് ഇല്ലേ, ഗിയറിംഗ് ഇങ്ങനെ കൂട്ടും തോറും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റിസ്കുകൾ നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാങ്ക്രപ്സി റിസ്ക് ഉണ്ട്, ഡെപ്റ്റ് കോവനന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനുശേഷം ടാക്സ് എക്സോഷൻ ഉണ്ട്. ഇങ്ങനെ 6 പോയിന്റോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 6 പോയിന്റിൽ ഏതെങ്കിലും 1-2 മെൻഷൻ ചെയ്താൽ മതി അവിടെ. അപ്പൊ അതുമായി ഇനി നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ പെക്കിംഗ് ഓർഡർ തിയറി, ഇന്നലെ എന്താ നമ്മുടെ ഡേ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറയുന്നത്. പെക്കിംഗ് ഓർഡർ തിയറിനെ പറ്റിയിട്ടും പറയാം. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി 8 മാർക്കിന് സുഖമായിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള 4 പാരഗ്രാഫ് എഴുതിയാലും മതി. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇനി എഴുതാം. കാരണം വാക്കാണ് പ്രോബ്ലം. 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, കൂടിപ്പോയാൽ 15 മിനിറ്റ് മതി നമുക്ക്. അപ്പൊ ബാക്കി സമയം മൊത്തം എന്തിന് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഒരു 20-25 മിനിറ്റോളം ഈ തിയറി എഴുതാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞു നോക്കിയാണ് എന്താ ഇവിടെ എഴുതേണ്ടത്, എന്താ ക്വസ്റ്റ്യൻ എന്നുള്ള. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ഈ 8 മാർക്കും സുഖമായിട്ട് കിട്ടും. അടുത്തതാണ് വാക്കിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ വാക്കിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. KP KD റോപ്പർ കമ്പനി ഹാസ്, ഇവിടെ എന്തൊക്കെയോ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ടാക്സ് 25% ആണെന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഓർഡിനറി ഷെയർസ് ഉണ്ട്, അപ്പൊ KE ഉണ്ടാവും. പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അപ്പൊ KP ഉണ്ടാവും. ഡെപ്റ്റ് ഉണ്ട്, ഡെപ്റ്റ് തന്നെ ഒരു ടൈപ്പേ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ KD ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ KE KP KD ഇത് മൂന്നും ഉണ്ടാവുക. അപ്പൊ നമുക്ക് മാർക്കറ്റ് വാല്യൂ ബേസിസിലായതുകൊണ്ട് VE വേണം, VP വേണം, VD വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് ഐഡന്റിഫൈ ചെയ്താൽ നേരെ വാക്ക് കണ്ടുപിടിക്കുക, ആൻസർ ആയി. ഇനി റോപ്പർ ഹാസ് 10 മില്യൺ. ആ 10 മില്യന്റെ മുന്നിൽ ഡോളർ സൈൻ ഇല്ല. അത്ര ഓർഡിനറി ഷെയർസ് ഉണ്ട് ഇൻ ഇഷ്യൂ. കറന്റ്ലി ട്രേഡിംഗ് അറ്റ് 5.25 കം ഡിവിഡൻഡ് പ്രൈസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇക്വിറ്റി ആണ് ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇക്വിറ്റിക്ക് വേണ്ട ഡാറ്റ എന്തൊക്കെയാണെന്ന് അറിയാൻ ഇക്വിറ്റി എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് തരുന്നതല്ലായിരുന്നു. ആദ്യം P0 തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തന്ന P0 കം ഡിവിഡൻഡ് പ്രൈസ് ആണ്. നമുക്ക് എന്താ നമ്മൾ യൂസ് ചെയ്യുക? കം ഡിവിഡൻഡ് ആണോ എക്സ് ഡിവിഡൻഡ് ആണോ നമ്മുടെ കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക? പറഞ്ഞേ, കം ഡിവിഡൻഡ് ആണോ എക്സ് ഡിവിഡൻഡ് ആണോ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുക? കം വാല്യൂ ആണോ എക്സ് വാല്യൂ ആണോ? എന്നാൽ തന്നെ കം വാല്യൂ എക്സ് വാല്യൂന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുക എക്സ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ കം വാല്യൂ നമ്മൾ എടുക്കാൻ പാടില്ല, എക്സ് വാല്യൂ ആക്കാം. അതിന് ഡിവിഡൻഡ് വേണം. ബാക്കി എന്താ തന്നെ നോക്കാം. ഡിവിഡൻഡ് ഇപ്പൊ പേ ചെയ്തിട്ടുണ്ട് 0.5 റീസെന്റ് ബിൻ പെയ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ D0 ആയിട്ട് 0.5 എഴുതും. P0 ആയിട്ട് എത്ര എഴുതാൻ ചോദിച്ചാൽ ഇവിടുത്തെ കം വാല്യൂ ആയിരുന്നു 5.25. 5.25 എന്ന് പറയുന്നത് കം വാല്യൂ ആണ്. അപ്പൊ നമ്മൾ D0 എന്ന് പറയുന്ന എക്സ് വാല്യൂ ചെയ്തു 4.75. അതിനുശേഷം ബാക്കി വായിക്കാം. ഗ്രോത്ത് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ആണ് യൂസ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇവിടെ എന്താ തന്നെ പ്രിഫറൻസ് ഷെയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് തന്നിട്ടുള്ളത്. പ്രിഫറൻസ് ഷെയർ അത് എഴുതി വെക്കാം. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഷെയറിനെ തന്ന ഡീറ്റെയിൽ എഴുതി വെക്കാം. പ്രിഫറൻസ് ഷെയർസും D0യും P0 ഒക്കെ വേണം നമുക്ക്. D0യും P0 ഒക്കെ വേണം. 2 മില്യൺ ഉണ്ട് അവിടെ നമ്പർ ഓഫ് ഷെയർസ്. നോമിനൽ വാല്യൂ 1 ആണ്. അപ്പൊ D0 8% പ്രിഫറൻസ് ഷെയർ ആണ്. നോമിനൽ വാല്യൂ 1 ആണെങ്കിൽ ഇൻറ്റു 0.08 ചെയ്താൽ മതി. 0.08 ചെയ്താൽ D0 കിട്ടും. കറന്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട് 1.12. എന്ത് ഡിവിഡൻഡ് പ്രൈസ് എന്നാ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഡിവിഡൻഡ് പ്രൈസ് എന്നാണ്. അപ്പൊ അത് ഡയറക്ട്ലി ഉപയോഗിച്ചാൽ മതി. 1.12 അത് കൊടുത്തു. ഇപ്പൊ D0യും P0യും കിട്ടി. നേരെ KP കണ്ടുപിടിക്കുന്നത്. D0 ഡിവൈഡഡ് ബൈ P0. KP കിട്ടി. KP അതിൽ തന്നെ വാല്യൂ കിട്ടാൻ വേണ്ടി 2 മില്യൺ ഷെയർസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിന്റെ ഇന്നത്തെ വാല്യൂ ആണ് 1.12. അപ്പൊ വാല്യൂ ഓഫ് പ്രിഫറൻസ് കിട്ടി. പ്രിഫറൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി കമ്പനി ഹാസ് ഇക്വിറ്റി ബീറ്റ. അപ്പൊ ബീറ്റ ഇക്വിറ്റി RM RF ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ CAPM ഉപയോഗിക്കണ്ടേ. ബീറ്റ ഇക്വിറ്റി ഉണ്ട്, RF ഉണ്ട്, RM മൈനസ് RF ഉണ്ട്. ഇത്രയും ഡാറ്റ അവിടെ തന്നിട്ടുണ്ടാവും. ബീറ്റ ഇക്വിറ്റി എന്ന് പറഞ്ഞത് തന്നത് 1.1 ആണ്. RF എന്ന് പറയുന്നത് 3%, പ്രീമിയം 7%. അപ്പൊ 0.03യും 0.07 ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി അപ്പൊ നമുക്ക് ഡയറക്ട്ലി CAPMന്റെ ഫോർമുല യൂസ് ചെയ്യാം. ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇക്വിറ്റി ഇൻറ്റു RM മൈനസ് RF. 10.7% KT കിട്ടി. വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടാൻ വേണ്ടി നമ്പർ ഓഫ് ഷെയർസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മില്യൺ. ഈക്വൽ ടു 10 മില്യൺ ഷെയർസ് ഉണ്ട് ഇൻറ്റു എല്ലാ മില്യൺസിലാണ് നമ്മൾ എഴുതിയത്. ഇൻറ്റു ഇന്നത്തെ അതിന്റെ P0 4.75 ആണ്. അപ്പൊ 47.5 എന്ന്
വാല്യൂ ഓഫ് ഇക്വിറ്റിയും കിട്ടും. ഇവിടെ വരെ ഓക്കെയാണോ പറഞ്ഞ? കെഇയും കെപിയും കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷൻ ഓക്കെയാണോ എല്ലാവർക്കും? യെസ്. അടുത്ത ഇനി കെ ഡി ആണ് വേണ്ടത്. കെ ഡി ലോൺ നോട്ടാണ്, അതും കൺവേർട്ടബിൾ ലോൺ നോട്ടാണ്. കൺവേർട്ടബിൾ ആദ്യം പറയുന്നു, എക്സാമിന് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് MCQ എയോ ബിയോ സിയോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒരു കൺവേർട്ടബിളിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാരണം റീസെന്റ് കണ്ടിട്ടുള്ള എല്ലായിടത്തും ഉണ്ട് കൺവേർട്ടബിളിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ കൺവേർട്ടബിൾ ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്ക് എങ്ങനെ പോയാലും. കൺവേർട്ടബിൾ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തന്നെ 2 മാർക്ക് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ റോപ്പർ ഹാസ് ഇഷ്യൂഡ് $20 million, അത്രയും പൈസ ബുക്ക് വാല്യൂ ബേസിസിൽ കൺവേർട്ടബിൾ ലോൺ നോട്ട്, കൺവേർട്ടബിൾ ബോണ്ട് ആണ്, കൺവേർട്ടബിൾ ബോണ്ട് ഉണ്ട് 6%. Bonds are currently trading at 105 per 100 nominal value and interest is paid annually. 105 ആണ് ഇന്നത്തെ മാർക്കറ്റിലെ വാല്യൂ. ബോണ്ട് ആർ റിഡീമബിൾ ഇൻ 5 years മറ്റു പാർ. ഇവരെങ്ങനെ റിഡീം ചെയ്യുകയാണെങ്കിൽ, കൺവേർട്ടബിൾ എന്ന് പറയുന്ന ബോണ്ട് ഇവര് റിഡീം ചെയ്യുകയാണെങ്കിൽ 100 രൂപയാണ് കിട്ടുക. ഇനി എല്ലാം ഷെയർ ആക്കി മാറ്റുമെങ്കിൽ 20 ഷെയർ കിട്ടും. ഓരോ $100 $100 വില വരുന്ന ബോണ്ടിനും നമുക്ക് 20 ഷെയർസ് വെച്ച് കിട്ടും. കറന്റ് ഷെയർ പ്രൈസ് 4% ആണ്, 4% ഗ്രോ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എല്ലാ ഡാറ്റയും ഉണ്ട്. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. IRR മെത്തേഡിലല്ലേ ചെയ്യുക. IRR മെത്തേഡ് റിഡീം ചെയ്യുന്നത് 5 വർഷം കൊണ്ടുമാണ്. ഇപ്പോ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുന്നതാണ്. കൺവേർട്ടബിൾ ബോണ്ട്, കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുന്നു. T0 തൊട്ടിട്ട് T5 വരെ 5 വർഷമല്ലേ പീരീഡ് പറഞ്ഞത്. അതില് ക്യാഷ് ഫ്ലോസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ T0 വരുന്ന ക്യാഷ് ഫ്ലോ ആണ് P0 എന്ന് പറയുന്നത്, മൈനസ് ആയിട്ട്. നമ്മൾ 105 രൂപ മൈനസ് ആയിട്ടാണ് കാണിക്കുക. P0 മൈനസ് ആയിട്ട്, അത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെയാണ് കാണിക്കുക. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ആണ് ആ 6%. 100ന്റെ മേലെ 6% എന്ന് പറഞ്ഞാൽ 6 തന്നെ വരും. 100 into 0.06, 6% പറഞ്ഞാൽ 100 തന്നെ വരും. ഇവിടെ എടുക്കുമ്പോൾ അതിന് ആഫ്റ്റർ ടാക്സ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. 1 - T ടാക്സിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, 25%. അപ്പോ ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ 0.25 കുറച്ച 0.75 ആണ്. 4.5 എന്ന് വരും. ഇത് തന്നെയാണ് എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ്. ലാസ്റ്റത്തെ വർഷവും ഇത് തന്നെയാണ് കിട്ടുക. പക്ഷെ ലാസ്റ്റത്തെ വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്ന കൂടെ ഒരു ചെറിയ സാധനം കൂടി ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ റിഡംഷൻ വാല്യൂ, ഒന്നില്ലെങ്കിൽ നമ്മൾ റിഡീം ചെയ്തിട്ട് വിട്ടു പോകും, പൈസ വാങ്ങി വിട്ടു പോകും. അതിനാണ് റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇല്ലേ നമുക്ക് പൈസ വാങ്ങി ഇത്ര കാലം ഓണറായിട്ടിരുന്നത് കൊണ്ട് അങ്ങനെ കൈ വീശി പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിനാണ് കൺവേർഷൻ വാല്യൂ എന്ന് പറയും. കൺവേർട്ട് ചെയ്ത് ഷെയർസ് ആക്കും, ഷെയർസ്. അതിനാണ് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത്. റിഡംഷൻ വാല്യൂ ഇവർ പറഞ്ഞു റിഡീം ഡെറ്റ് പാറാന്ന് പറഞ്ഞു 100 രൂപ തിരിച്ചു കിട്ടും അവർ പറഞ്ഞു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 100 രൂപ കിട്ടുള്ളൂ. ഇനി അല്ല കൺവേർട്ട് ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ, പൈസ വാങ്ങി പോകാണ്ട് കൺവേർട്ട് ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്നത്തെ മാർക്കറ്റിലെ ഒരു ഷെയറിന്റെ വില 4.75 ആണ്. ഈ തന്നിരിക്കുന്ന 4.75 എന്ന് പറയുന്ന ഇത് 4% വെച്ച് 5 വർഷത്തേക്ക് ഗ്രോ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ 1.04:5 5 വർഷത്തേക്ക് ഗ്രോ ചെയ്തു. ഇത്രയും ചെയ്ത ഒരു ഷെയറിന്റെ 5 വർഷത്തിന് ശേഷമുള്ള വാല്യൂ ഉണ്ട്. ഇന്നത്തെ ഒരു ഷെയറിന്റെ പ്രൈസ് ആണ് P0. അങ്ങനെ 5 വർഷത്തെ ഗ്രോത്ത് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 5 വർഷത്തിന് ശേഷം വരുന്ന പ്രൈസ്. അങ്ങനെയുള്ള 20 ഷെയർ നമുക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയായിരിക്കും നമ്മുടെ കൺവേർഷൻ വാല്യൂ. അപ്പൊ ലാസ്റ്റത്തെ വർഷം ഈക്വൽ ടു ഇൻട്രസ്റ്റ് എന്തായാലും വേണം. എല്ലാ വർഷവും ഇൻട്രസ്റ്റ് ഉണ്ട്, ലാസ്റ്റത്തെ വർഷവും ഇൻട്രസ്റ്റ് കിട്ടും. ലാസ്റ്റ് പ്ലസ് 115 എന്ന് കൂടി ചെയ്തു. അപ്പൊ ഇത്രയായിരിക്കും നമ്മുടെ ക്യാഷ് ഫ്ലോസ് വരിക. നേരെ IRR കണ്ടുപിടിച്ചു. ഇവിടെ IRR ഈക്വൽ ടു സം ഓഫ് 105 തൊട്ടിട്ട് 120 വരെ 30 പോയോ? ഈക്വൽ ടു സം ഓഫ് അല്ലല്ലോ, ഈക്വൽ ടു IRR 35 ഈക്വൽ ടു IRR ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് T0 തൊട്ടിട്ട് T5 വരെ എടുക്കുക. 6% വന്നു. ആ പെർസെൻറ്റേജ് ഇങ്ങോട്ട് റെഫറൻസ് കൊടുത്തു. വേണമെങ്കിൽ അതിനെ നമ്പറായി കാണിക്കാം. ഫോർമാറ്റിൽ എല്ലാം നമ്പറായി കാണിക്കുമ്പോൾ നമ്പറായി കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. 6.07% കിട്ടി. വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാന്ന് ചോദിച്ചാൽ 20 million ആയിരുന്നു ബുക്സിലെ വാല്യൂ, 20 million. അപ്പോ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ 20 million ഉണ്ട്. ഒരു ബോണ്ടിന് 100 ആണ്. മാർക്കറ്റ് പോയ ഒരെണ്ണത്തിന് 105 രൂപയാണ് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് കിട്ടി. എല്ലാ വാല്യൂസും ആയില്ലേ? ഇവിടെ വരെ ഓക്കെയാണോ പറഞ്ഞേ? കൺവേർട്ടബിളിന്റെ കാൽക്കുലേഷൻ ഓക്കെയാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് വാക്ക് കണ്ടുപിടിക്കാം. വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് വാല്യൂസ്. ഇങ്ങനെ എക്സാമിൽ ഇത്ര വൃത്തിയാക്കാനും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഉള്ള പോലെ ഇപ്പൊ ചെയ്തു വെക്കാം. ഇപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആൻസർ കുറച്ച് വൃത്തിക്ക് വെക്കാന്നേ ഉള്ളൂ. ഇനി ഇതില് കോസ്റ്റ് ഇൻറ്റു വാല്യൂ, കെ ഇൻറ്റു വാല്യൂ, കോസ്റ്റ് ഇൻറ്റു വാല്യൂ ആണ് ആദ്യം ചെയ്യേണ്ടത്. 47.5 മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് വരുന്ന എഫക്റ്റീവ് കോസ്റ്റ്, ഓരോന്നിനും വരുന്ന എഫക്റ്റീവ് കോസ്റ്റും വാല്യൂ ഇത് കിട്ടി. ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ എടുക്കുന്നു. ടോട്ടൽ എടുത്തിട്ട് വാക്കിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നു. എത്രയാ വാക്ക് വരിക? വാക്ക് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 70. 9.21 എന്നാണ് ആൻസർ വരുന്നത്. 9.21, 9 പോയിന്റ് സംതിങ്. എന്ന ആൻസർ വരുന്ന ആൻസർ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. കിട്ടിയ ആൻസർ ഫുൾ മാർക്കും കിട്ടി. ഓക്കെ ആണോ അവിടെ വരെ? ഓക്കെയാണോ എല്ലാവർക്കും? യെസ് ഓർണോ? യെസ്. അപ്പൊ നമ്മൾ 2 സെക്ഷൻ സി കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ തിയറി എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രീ മോക്ക് ജൂൺ 2006 കംപ്ലീറ്റ് ചെയ്തു. ആദ്യം പറയുന്ന പോലെ ഇതൊരു എബവ് ആവറേജ് പേപ്പർ ആണ്. എക്സാമും നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇനി നിങ്ങൾ എക്സാം എഴുതുമ്പോൾ സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് യൂസ് ചെയ്യുക എന്നുള്ളത്, ഇല്ല നമ്മൾ അതിന് മെന്റലി പ്രിപ്പയർ ആവുക എന്നുള്ളത് എക്സാം സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇത് ഏത് പേപ്പറിനും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ 3 സെക്ഷൻ ആയിട്ടാണ് എക്സാം. എ ബി സി 3 സെക്ഷൻ ആയിട്ടാണ് എക്സാം. 3നും കൂടി ഒരു 3 hours ഉള്ളൂ. ആദ്യം ഒരു 10 മിനിറ്റ് കിട്ടും. ആ 10 മിനിറ്റ് നമ്മൾ നോക്കണ്ട, നമുക്ക് കിട്ടില്ല, ഇൻസ്ട്രക്ഷൻ വായിക്കാൻ വേണ്ടിയുള്ള. അപ്പോ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ, മാർക്കിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പോ ഒരു മാർക്കിന് 1.8 മിനിറ്റ്സ് എന്നുള്ള പോലെയൊക്കെയല്ലേ പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എ ആൻഡ് ബി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എയ്ക്കും ബിക്കും കൂടി എത്ര സമയം കൊടുക്കും ചോദിച്ചാൽ ഒരു 1 hour 15 minutes. 1 hour 15 minutes എയ്ക്കും ബിക്കും കൂടി കൊടുക്കുക. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ എയും ബിയും സ്റ്റോപ്പ് ചെയ്തോളൂ. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബി പാർട്ടിലെ ഏതെങ്കിലും ലാസ്റ്റത്തെ മുമ്പത്തെയോ മിക്കവാറും ലാസ്റ്റ് തന്നെ ആയിരിക്കണം, അതായിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. അതവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആ ഒരു പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് സെക്ഷൻ സി സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 2 ക്വസ്റ്റ്യനും കൂടിയിട്ടാണ് ഒരു 1.5 മണിക്കൂർ കൊടുക്കേണ്ടത്. 1.5 hours എന്ന് വെച്ചാൽ ഒരൊറ്റ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്, സിംഗിൾ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 45 മിനിറ്റ്സ് എടുത്തോ നിങ്ങൾ. 45 മിനിറ്റ്സ്. ACCA തന്നെ പറയുന്നത് എത്ര സമയം എടുത്താൽ മതി എന്നാന്ന് ചോദിച്ചാല് ഒരു സെക്ഷൻ സി ചെയ്യാൻ വേണ്ടി 36 മിനിറ്റ്സ് എടുക്കാനാ പറയുന്നത്. പക്ഷെ നമ്മളില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളൊരു സെക്ഷൻ സി ചെയ്യാൻ വേണ്ടി 45 മിനിറ്റ് എടുത്തു, പ്രശ്നമില്ല. അതാവുമ്പോൾ തിയറി വൃത്തിക്കരുത്. ആദ്യം തിയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നേ പറഞ്ഞ ആദ്യം തിയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമയം കിട്ടും. അതിൻ്റെ കൂടെ 45 മിനിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആവശ്യത്തിനല്ലേ നല്ല വൃത്തിക്ക് തിയറി എഴുതി പ്രോബ്ലം ചെയ്തിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ, അതിനും ഒരു 45 മിനിറ്റ് കൊടുക്കുക, അതിനും ഒരു 45 മിനിറ്റ്സ് തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 1.5 മണിക്കൂറാണ് 2 ക്വസ്റ്റ്യനും വേണ്ടത്. ഇവിടെ മരോക്കിയാണോ പറഞ്ഞത്? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കഴിയുമ്പോൾ തന്നെ എക്സാമിന് നമ്മൾ 100 മാർക്കിനും അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇല്ല 100 മാർക്കിൽ കൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. അപ്പൊ ബാക്കി ഒരു 15 മിനിറ്റ് ഉണ്ട്. ബാക്കി ഒരു 15 മിനിറ്റ് ഉണ്ടാവും എക്സാമിന്. ഈ 15 മിനിറ്റ് ഞാൻ റെഡിൽ എഴുതാൻ കാരണം, എക്സാമിന് ഇപ്പൊ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവരാണെങ്കിൽ ലാസ്റ്റത്തെ 15 മിനിറ്റ് ആകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ സിസ്റ്റത്തിൽ, 15 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ. അതും ആ 15 മിനിറ്റ് നല്ല റെഡിലാണ് ഇങ്ങനെ ബാക്കോട്ട് പോയിട്ടുള്ളത്. ആദ്യ ടൈം സ്റ്റാർട്ട് ചെയ്ത 3 മണിക്കൂർ എന്നുള്ളത് ബ്ലാക്കിൽ ഇങ്ങനെ കുറഞ്ഞു വരും. 15 മിനിറ്റ് ആകുമ്പോൾ റെഡിൽ കത്താൻ തുടങ്ങും. അപ്പൊ ഇൻഡയറക്റ്റ് പ്രഷറാണ്. ആ സമയത്ത് നമ്മൾ പുതിയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ നിന്നാൽ നമുക്ക് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഈ 15 മിനിറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഗ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് പകുതി മനസ്സിലായി, പകുതി കിട്ടുന്നില്ല, ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ 15 മിനിറ്റിൽ വേണം നിങ്ങൾ ആ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് പോയിട്ട് ഒപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യനുമായി എല്ലായിടത്തും എത്തി. ഇങ്ങനെ ടൈമിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയ 100 മാർക്സ് നമ്മൾ മൊത്തത്തിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ 100 മാർക്കിന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാസ് ആവാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതൽ.
നമ്മൾ കുറവ് മാർക്കിന് അറ്റൻഡ് ചെയ്താൽ അതിന്റെ മേലെ വേണം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ വെട്ടിക്കുറക്കിലെല്ലാം കുറച്ചിട്ടുള്ള മാർക്ക് നമുക്ക് തരാൻ പാടുള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് വന്നാലും 100 മാർക്സിന് അറ്റൻഡ് ചെയ്യണം. പറഞ്ഞാൽ നോക്കിയാണോ? യെസ്. അപ്പൊ നമ്മുടെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്ത് സംഭവിച്ചാലും ഇനിയുള്ള കുറച്ച് നാള് ഇത്രയും നാൾ നമ്മൾ എഫേർട്ട് ഇട്ടു, എക്സാം ബുക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ മാരത്തോൺ സെഷനിൽ തന്നെ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അത്രയും നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഉള്ള കുറച്ച് ദിവസം കൂടി നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇടുന്നുണ്ട് ഇല്ല എന്നല്ല, ഇനിയും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ എഫേർട്സ് എല്ലാം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ പേ ഓഫ് ആയിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എക്സാമിന്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പൊ എന്റെ നമ്പറൊക്കെ എല്ലാ ഗ്രൂപ്പിലുണ്ട്, നമ്പറിലായിട്ടോ എങ്ങനെയെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കുക, ഡൗട്ട് ഒക്കെ തീർക്കുക. ബാക്കി CB പ്ലാറ്റ്ഫോമിൽ വരുന്ന ബാക്കി മോക്കുകളെല്ലാം, ലേറ്റസ്റ്റ് അല്ലാത്ത പഴയ മോക്കുകളും എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നല്ല മാർക്കിൽ പാസ്സാവട്ടെ എല്ലാവരും. അപ്പൊ താങ്ക് യു ഗൈസ്. ബൈ ബൈ.